സമസ്തക്കാരോട് ഒരു ചോദ്യം ചോദിക്കാണ്ട്. ഒരാൾ ജീവിതകാലം മുഴുവൻ സലഫി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു, അതിൻ്റെ പേരിൽ ഒരാൾ നരകത്തിലെത്തുമോ? ഇതിനേതെങ്കിലും സമസ്തക്കാർക്ക് മറുപടി പറയാൻ പറ്റുമോ? കാരണം സലഫി ആദർശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം തൗഹീദാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അബൗദ്ധികമായ എല്ലാ സഹായതട്ടവും അള്ളാഹുവിനോട് മാത്രം. അത് ജിന്നുകളോട് പാടില്ല, മലക്കുകളോട് പാടില്ല, മരിച്ചുപോയ മഹാന്മാരോട് പാടില്ല, ഒരാളോടും പാടില്ല, അള്ളാഹുവിനോട് മാത്രം. ഈ ഒരു ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരാൾ നരകത്തിലെത്തില്ലല്ലോ. ഒരാൾ കബറിങ്കിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നതിൻ്റെ പേരിൽ നരകത്തിലെത്തില്ലല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ദീനി എന്നാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് മാത്രമാണ്, അതുമാത്രം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത്. അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചതിന് പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നരകത്തിലെത്തുമോ? എന്തുകൊണ്ട് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നീ ചെയ്തില്ല? എന്തുകൊണ്ട് റാത്തീബ്, കുത്ത് റാത്തീബ്, നേർച്ചപ്പൂരം, ഉറൂസ് ഇങ്ങനെയുള്ള കോപ്പറായങ്ങളൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾ നരകത്തിലെത്തുമോ? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സലഫി ആദർശം എന്താണെന്ന് പഠിക്കും. അത് പുത്തൻ ആശയമല്ല, അത് അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.